രാജ്യം എങ്ങനെയാവണം എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാവിഷയമെന്ന് വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജ പറഞ്ഞു. തലശ്ശേരി പ്രസ് ഫോറം സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ത്യയുടെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. 20 മണ്ഡലങ്ങളിൽ നിന്നും LDF അംഗങ്ങൾ ഉണ്ടാവണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വടകര മണ്ഡലത്തിൽ LDF വിജയിക്കുമെന്നും KK ശൈലജ വ്യക്തമാക്കി. കേരളം വികസന രംഗത്ത് വലിയ പുരോഗതി കൈവരിച്ചു. കേരളത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം ലഭിക്കാത്തത് വലിയ വിഷയമാണ്. വടകര മണ്ഡലത്തിലെ വിഷയങ്ങൾ നിരവധിയാണ്. വന്യജീവി ശല്യം പരിഹരിക്കുന്നതിന് നടപടിയെടുക്കേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു. രാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിനെതിരെയുള്ള ഇടപെടലാണ് നടക്കുന്നതെന്നും അവർ പറഞ്ഞു. എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ചിലർ നടത്തിയ ശ്രമം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം വടകര മണ്ഡലത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും. തലശ്ശേരി മൈസൂർ റെയിൽവേ നിലവിൽ വരണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് താനെന്നും ശൈലജ ടീച്ചർ വ്യക്തമാക്കി. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷനായി. സെക്രട്ടറി അനീഷ് പാതിരിയോട് സ്വാഗതം പറഞ്ഞു. കാരായി രാജൻ, MC പവിത്രൻ എന്നിവർ സംബന്ധിച്ചു. ഈ മത്സരത്തിന് നോമിനേഷൻ കൊടുത്ത് പുറത്തിറങ്ങുമ്പോൾ തന്നെ മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ചർച്ചാ വിഷയമാകുക എന്നാണ്. ചില സെൻസേഷനിലായിട്ടുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ മാത്രം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കുന്നതിന് എതിർകക്ഷികൾ ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് UDFൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ശ്രമമാണ് തുടക്കത്തിൽ കണ്ടത്. അതുകൊണ്ടായിരിക്കാം നിങ്ങളെന്താ ചർച്ചാ വിഷയമാക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടാവുക. ഞാൻ വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞു. ഇത് ഇന്ത്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം എങ്ങനെയാകണം, എങ്ങനെ ആയിക്കൂടാ, ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. വടകരയുടെ ഫലത്തിൽ വളരെ ഗുണപരമായിട്ടുണ്ടാകും. കാരണം സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മോശമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പല പ്രചരണങ്ങളും എനിക്കെതിരായി നടത്തി എന്നുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ നല്ല ധാർമ്മികതയുള്ള മനുഷ്യരുടെ മനസ്സിൽ അതൊരു പ്രതിഷേധമുണ്ട്. ചിലർ എന്നെ വിളിച്ചിരുന്നു, എൻ്റെ പാർട്ടിയിലൊന്നും പെടാത്ത ആളുകൾ. ടീച്ചർ ഞങ്ങൾ ചിലത് കണ്ടു, പക്ഷേ അതിലൊന്നും വിഷമിക്കരുത്, അത് തെറ്റാണ്, ഞങ്ങൾക്കെല്ലാം അതിൽ എതിർപ്പുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല, ഉന്നതരായ നേതാക്കളൊന്നുമല്ല, പ്രാദേശികമായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ചിന്തിക്കുന്ന കുറേ പേരുണ്ടാവുമല്ലോ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം പ്രവർത്തനം ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ബൂമറാങ്ങായിട്ട് വരും, അവർക്ക് തന്നെ ദോഷം ചെയ്യുകയുള്ളൂ.